അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ദാ കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളക്കുന്ന നേരം കൊണ്ട് തന്നെ ദാ വേഗം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ നോക്കിയാണ്. അപ്പോൾ ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പഴവും ഉണ്ട്, പഴം കഴിക്കാത്തവർക്കായിട്ട് കുറച്ച് പപ്പടവും പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടിന് ഇതാ പൊടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഉപ്പ് തീർന്നിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി ഫില്ല് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ ഇതാ ഇപ്പോൾ ഒന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്ത്. പിന്നെ ഇതാ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ചായ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ പുട്ടിന് പൊടി നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെയാണ്. രാവിലെ തന്നെ ഒരു പണിയെടുക്കാനുള്ളൊരു ഉന്മേഷവും ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ചായയുടെയും നടക്കുന്നുണ്ട്. ഇതാ പുട്ടിന് ഞാൻ വേഗം മിക്സിയുടെ ജാറിൽ പൊടിയൊക്കെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് കഴിക്കുന്ന നേരത്തെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചൂടോടുകൂടി കഴിക്കാമല്ലോ. പിന്നെ ഇതാ മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബാസ്ക്കറ്റിൽ ഒരു 3 പച്ചക്കായും കിടപ്പുണ്ടായിരുന്നു, അതേപോലെ ഒരു പൊട്ടറ്റോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപ്പേരി വെക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക്. പിന്നെ കുറച്ച് ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ച് മൂടിയിട്ടിട്ട് നമുക്കൊന്ന് ആവിയിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് വേവുന്ന ടൈം കൊണ്ട് ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് പപ്പടം ഒന്ന് കട്ട് ചെയ്ത് വറുക്കുന്നുണ്ട്. പോരാത്തതിന് ബാക്കി മുഴുവനായിട്ടും ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പുട്ടിന് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ നമ്മുടെ പാത്രം കഴുകൽ പരിപാടികളൊക്കെ അതും നടക്കുന്നുണ്ട്. അപ്പോൾ വേഗം പണികളൊക്കെ തീരുകയും ചെയ്യും. പിന്നെ അത്ര സുഖമുള്ള ശരീരത്തിനൊന്നും അത്ര സുഖമുള്ളൊരു ദിവസമല്ല കേട്ടോ. കുറച്ച് പാടുകളും അതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ പോകുന്നതിനോടൊപ്പം തന്നെ വേഗം പണികളൊക്കെ തീർക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് തൈരും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അയറെ തൈരിൻ്റെ ആളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് ചോറും ഒക്കെ വെച്ച് പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്ക് തലേന്നത്തെ മീൻകറിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. നേരമായപ്പോഴേക്കും വേഗം പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതാ ലഞ്ച് ബോക്സൊക്കെ പൊതിഞ്ഞ് ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മയറാടെ കുളിയും റെഡിയാവലൊക്കെ പകുതി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ചായയൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടും പഴമൊക്കെ വാരി കൊടുത്ത് നമ്മുടെ ലഞ്ച് ബോക്സും ബാഗിലേക്ക് ആക്കിയിട്ട് പിന്നെ ഇതാ വേഗം കണ്ണെഴുതാനും മുടിയെട്ടാനൊക്കെ നിന്നിട്ടുണ്ടായി. അത്യാവശ്യം നേരം വേണ്ട പരിപാടിയാണ് കേട്ടോ ഈ ഒരു മുടിയെട്ടിൽ. അതിൻ്റെ ഇടയിൽ ഐഷാക്ക് എക്സാമിൻ്റെ സൈൻ ചെയ്യാനുള്ളതൊക്കെ സൈൻ ചെയ്ത് വേഗം റെഡിയാക്കി അവരെ 3 പേരും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.